ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ മഹാദേവി നമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഈ 39ാമത്തെ അധ്യായത്തിലെ ദേവീ പൂജനം, ദേവി എങ്ങനെ പൂജിക്കണം എന്നുള്ള ഭാഗം ദേവി പൂജാവിധികളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് ദേവി പറഞ്ഞു കൊടുക്കണേന്ന് കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാവിധികളെ പറ്റി പറഞ്ഞു തരാം. അംബികാ പൂജ 2 തരത്തിലുണ്ട്, ആന്തരമായും ബാഹ്യമായും. ഒന്ന് മനസ്സുകൊണ്ട്, ഒന്ന് പ്രവൃത്തിയുണ്ട്. ബാഹ്യപൂജയും 2 തരത്തിലുണ്ട്, വൈദികം, താന്ത്രികം. തന്ത്രത്തിൽ പറഞ്ഞ പ്രകാരം ദീക്ഷയെടുത്തവൻ താന്ത്രിക പൂജ ചെയ്യുന്നു. ആ പൂജകൾ ശരിയാവണ്ണം ചെയ്തില്ലെങ്കിൽ അവനകത്ത് അപ്പതനം നിശ്ചയമാണ്, നിശ്ചയം അർപ്പതിക്കും. ആദ്യമായി വൈദിക പൂജയെ പറ്റി പറയാം. ഹിമവാൻ, അങ്ങന്റെ വിരാട് രൂപം ദർശിച്ചുവല്ലോ, ആ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് പൂജിക്കുക. വൈദികാർച്ചനയ്ക്ക് ഏറ്റവും യോജിച്ച രൂപമാണ് ഈ വിരാട് രൂപം. അഹങ്കാരം തുടങ്ങിയ വിചാരങ്ങൾ മാറ്റിവെച്ച് ശാന്തനായി സ്ഥിരചിത്തനായി വേണം ജപധ്യാനയാഗങ്ങൾ ചെയ്യുവാൻ. പരിപൂർണ ഭക്തിയോടുകൂടി എന്നെ ധ്യാനിച്ച് എന്നോട് കൂടി ചേർന്നതായി ഭാവിച്ച് എന്നെ തന്നെ ആശ്രയിച്ച് പൂജിക്കുക. ഈ മട്ടിൽ എന്നെ പ്രസാദിപ്പിച്ചാൽ ഈ സംസാരത്തിൽ നിന്ന് മുക്തമാകാം. എന്നിൽ തന്നെ ശക്തി വെച്ച് എന്നിൽ തന്നെ ലയിക്കുന്നവരെ ഞാൻ ഭവസാഗരത്തിൽ നിന്ന് കരകയറ്റും. ഭവസാഗരം തന്നെ ദുഃഖമാകുന്ന കടലിൽ. വെറും കർമ്മങ്ങളെ കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല കേട്ടോ. ആ കർമ്മങ്ങൾ ഭക്തിയോടും ജ്ഞാനത്തോടും കൂടി ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അവർക്ക് പ്രാപ്തിയാകൂ. ശ്രുതിസ്മൃതികളിൽ പറഞ്ഞ മാതിരി കർമ്മം ചെയ്താൽ അത് ധർമ്മമാകും. പ്രകാരം ചെയ്താൽ ഭക്തിയും ഉണ്ടാകും. ഭക്തി ഉണ്ടാൽ പിന്നെ പറയണ്ട, ജ്ഞാനവും ഉണ്ടാകും. സർവജ്ഞയും ജ്ഞാന സർവസ്വവുമായ ഞാൻ സൃഷ്ടിച്ച വേദങ്ങളെ പ്രമാണമാക്കി എടുക്കണം. അതൊരിക്കലും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വരികയില്ല. ചില സ്ഥലത്ത് തന്ത്രാർത്ഥമായി ധർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൈദികൻ ഒരിക്കലും അത് പ്രമാണമായി എടുക്കരുത്. വേദാർത്ഥങ്ങളെ സ്മൃതികളും വേണ്ടമാതിരി ഗ്രഹിച്ച് പറഞ്ഞതുകൊണ്ട് മനോ തുടങ്ങിയവരും അത് തന്നെ പ്രമാണമാക്കി എടുത്തിരിക്കുന്നു. മറ്റുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് അജ്ഞാനം മുഴുവൻ നീങ്ങാത്തത് കൊണ്ട് അവർ പറഞ്ഞ വിധികൾ പ്രമാണമായി എടുക്കരുത്. മോക്ഷേച്ഛുവായ ഒരുവൻ വേദത്തിൽ വിധിച്ച മാതിരി ചരിക്കണം. അത് രാജാജ്ഞയായി കരുതണം, ഒരിക്കലും ലംഘിക്കരുത് കേട്ടോ. സർവേശ്യായ ഞാൻ കൽപ്പിച്ച വേദം നിരാകരിക്കരുത്. എന്റെ ആജ്ഞകൾ അനുസരിക്കാനായി ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും സൃഷ്ടിച്ചു. ഈ വാക്കുകൾ വേദ വാക്കുകളായി കരുതുക. എപ്പോൾ ധർമ്മം ക്ഷയിച്ച് അധർമ്മം തലപൊക്കുന്നുവോ അപ്പോൾ ഞാൻ അവതരിക്കും. അതിനു വേണ്ടിയാണ് ദേവന്മാരും ദൈത്യന്മാരും ഉണ്ടായത്. ധർമ്മം ആചരിക്കാത്തവരെ ശിക്ഷിക്കാനാണ് ഞാൻ നരകം സൃഷ്ടിച്ചിട്ടുള്ളത്. നരകം ഉണ്ടല്ലോ, ഈ പറഞ്ഞ ധർമ്മങ്ങളൊന്നും ആചരിക്കാത്തവരെ അതിൽ കുറ്റമുള്ളതും. വേദധർമ്മങ്ങൾ ഉപേക്ഷിച്ച് പരധർമ്മങ്ങൾ ചെയ്യുന്നവരെ രാജ്യത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം, അതായത് ഭ്രഷ്ടരാക്കണം. അവരോടുള്ള സംസർഗം ഉപേക്ഷിക്കുകയും വേണം. ശ്രുതിസ്മൃതി വിരുദ്ധമായ ശാസ്ത്രങ്ങൾ നിരവധിയുണ്ട്. അവയെ താമസങ്ങൾ എന്ന് പറയാം. വാമം, കാപാലികം, കൗളകം, ഭൈരവൻ തുടങ്ങിയവ രുദ്രഭഗവാൻ ഉണ്ടാക്കിയതാണ്. ദക്ഷൻ, ദധീചി തുടങ്ങിയവരുടെ ശാപം കാരണം വേദമാർഗത്തിൽ ഭ്രംശം വന്ന ബ്രാഹ്മണരെ രക്ഷിക്കാൻ വേണ്ടി രുദ്രൻ ഉണ്ടാക്കിയ വേദങ്ങളാണ് ശൈവ, വൈഷ്ണവ, സൗര, ശാക്തങ്ങൾ തുടങ്ങിയവ. 4 വേദങ്ങൾ വേറെ. നമ്മൾ പറയുന്ന വേദങ്ങളല്ലാതെ വേറെ വേദങ്ങൾ. രുദ്രഭഗവാൻ ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളിൽ വേദത്തിന് അനുകൂലമായതും ഉള്ളതും ഉണ്ട്. വൈദികർക്ക് അവയെ സ്വീകരിക്കുവാൻ ദോഷമില്ല. വേദങ്ങൾക്ക് വിരുദ്ധമായത് ബ്രാഹ്മണർ സ്വീകരിക്കുവാൻ പാടില്ല. വേദാധികാരമില്ലാത്തവർക്ക് സ്വീകരിക്കാം. വൈദികൻ വേദത്തിൽ പറഞ്ഞത് മാത്രമേ സ്വീകരിക്കാവൂ. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ജ്ഞാനം പരമശ്രേഷ്ഠമാണ്. അത് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ ആശ്രയിച്ച് ദയയോടുകൂടിയും അഹങ്കാരാദി ദോഷങ്ങളില്ലാതെയും ഏകാഗ്രചിത്തനായി പ്രാണങ്ങളെ എന്നിൽ തന്നെ ചേർത്തും സന്യാസിയോ വാനപ്രസ്ഥനോ ബ്രഹ്മചാരിയോ ആരുമായിക്കൊള്ളട്ടെ, അവൻ എൻ്റെ വിരാട് സ്വരൂപത്തെ ധ്യാനിച്ച് ഉപാസിച്ചാൽ ഞാൻ അവന്റെ മനസ്സിലെ തമസിനെ മാറ്റി ജ്ഞാനത്തെ പ്രകാശിപ്പിക്കും. വൈദികാർച്ചനകളെ പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞു തന്നില്ലേ. ഇനി അടുത്ത പടി പറയാം. ബിംബത്തിലോ നിലത്തോ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ ബിംബങ്ങളിൽ
ഒന്നിലോ ബാണലിംഗം, ജലം, വസ്ത്രം, യന്ത്രം, ഹൃദയാംബുജം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ എന്നെ പൂജിക്കാം. ദേവി കരുണാമയിയാണ് കേട്ടോ. സഗുണയാണ് ഞാൻ. രക്തവർണ്ണമുള്ളവളാണ്. താരുണ്യവും ലാവണ്യവും ഒത്തിണങ്ങിയ സർവാംഗ സുന്ദരിയാണ് ഞാൻ. കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ചവളും ആനന്ദരൂപിണിയുമായ ആ പരാശക്തി യഥാശക്തി പൂജിക്കണം. ആന്തരികമായ അർച്ചനയ്ക്ക് യോഗ്യത വരുന്നത് വരെ ബാഹ്യമായ പൂജകൾ തുടർന്നുകൊണ്ടിരിക്കാം. ആ യോഗ്യത വന്നു കഴിഞ്ഞാൽ ബാഹ്യപൂജ വേണ്ടെന്ന് വെക്കാം. ഉപാധികളില്ലാത്ത എന്റെ രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക. അത് ബ്രഹ്മരൂപമാണ്. ബാക്കിയൊക്കെ മായയാണ്, അല്ലെങ്കിൽ മിഥ്യയാണ്. സംസാര ദുഃഖം നശിപ്പിക്കുവാൻ വികല്പമില്ലാത്ത മനസ്സോടുകൂടി ഭക്തിയോഗത്താൽ സാക്ഷിസ്വരൂപിണിയായി എന്നെ ധ്യാനിക്കുക. ഇനി ഞാൻ ബാഹ്യപൂജയെ പറ്റി വിസ്തരിച്ച് പറഞ്ഞു തരാം. ബ്രഹ്മപൂജാ ക്രമം 40ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മപൂജാ ക്രമമാണ് ദേവി പറഞ്ഞു കൊടുക്കുന്നത്. ഹിമവാന്റെ ചോദ്യം കേട്ട് ദേവി ബാഹ്യപൂജയെ പറ്റി പറയുവാൻ തുടങ്ങി. അതിരാവിലെ എഴുന്നേക്കണം. വെളുത്ത താമരയെ ബ്രഹ്മരന്ധ്രത്തിൽ സങ്കല്പിക്കണം. ചെന്താമര പോരാട്ടോ, വെള്ളത്താമര. അതിൽ തന്റെ ഗുരുവിനെയും പത്നിയെയും കൂടി സർവാലങ്കാര ഭൂഷിതരായിട്ട് സങ്കല്പിച്ച് നമസ്കരിക്കണം. പിന്നെ സാവധാനത്തിൽ കുണ്ടലിനി ശക്തിയെ സ്മരിക്കണം. മൂലാധാരത്തിൽ നിന്ന് ബ്രഹ്മരന്ധ്രത്തിലേക്ക് പോകുമ്പോൾ പ്രകാശമാനമായും ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് മൂലാധാരത്തിലേക്ക് മടങ്ങുമ്പോൾ ആനന്ദാമൃതമായും സുഷുമ്നാ നാഡിയിൽ കൂടി ചരിക്കുന്നവളുമായ പരാശക്തിയെ സ്മരിക്കുന്നു. അപ്രകാരമുള്ള ദേവിക്ക് നമസ്കാരം. ആ ദേവിയായ ആണ് എനിക്ക് ശരണം. അങ്ങനെ വിചാരിക്കണം. ശിഖാമധ്യത്തിൽ ഇപ്രകാരം സച്ചിദാനന്ദ രൂപയായി സങ്കല്പിച്ചതിന് ശേഷം ശൗചാദി ക്രിയ കഴിക്കണം. പിന്നീട് അഗ്നിഹോത്രം ചെയ്ത് എന്റെ പ്രീതിക്കായി ഹോമാവസാനത്തിൽ സ്വന്തം ആസനത്തിലിരുന്ന് സങ്കല്പ പൂജ ചെയ്യണം. ആദ്യം ഭൂതസംശുദ്ധി ചെയ്യണം. പിന്നീട് ശ്രീലേഖാമന്ത്രം ന്യാസത്തോടുകൂടി ആചരിക്കണം. മൂലാധാരത്തിൽ ഹകാരം ന്യസിക്കണം. ഹൃദയത്തിൽ രകാരവും ഭ്രൂമധ്യത്തിൽ ഇകാരവും ശിരസിലായി ഹ്രീകാരവും ന്യസിക്കണം. ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം ഇവ പീഠത്തിന്റെ കാലുകളായി സങ്കല്പിക്കുന്ന ക്രമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നിട്ട് സ്വദേഹത്തിൽ ആ പീഠക്കാലുകളെ സങ്കല്പിക്കണം. പ്രാണായാമം കൊണ്ട് വികസിച്ച ഹൃദയമാകുന്ന താമരയിൽ ദേവിയെ പഞ്ചപ്രേതാസനസ്ഥയായി ധ്യാനിക്കണം. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നീ 4 കാലുകളാകുന്ന കട്ടിലിന്റെ പലക സദാശിവനാണ്. അതിലിരിക്കുന്ന ദേവിയാണ് സങ്കല്പിക്കുന്നത്. ആ 4 കാലുകളാകുന്ന ഈശ്വരന്മാർ എന്റെ കീഴിലാണ് വസിക്കുന്നത്. അവർ പഞ്ചഭൂതാത്മകരും പഞ്ചാവസ്ഥകൾ ചേർന്നവരുമാണ്. എന്നാൽ ഞാൻ ഈ അവസ്ഥയെയും കടന്ന് സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് മനസ്സിലാക്കുക. ആ ഈശ്വരന്മാരെ ശക്തിതന്ത്രത്തിൽ വിഷ്ഠരായവരാണ്. അവരെ ധ്യാനിച്ച് ഉപാസിച്ച് മാനസപൂജ ചെയ്യണം. ജപം കഴിഞ്ഞാൽ അർഘ്യം നൽകി നിവേദ്യം സമർപ്പിക്കണം. മന്ത്രതീർത്ഥത്താലും അസ്ത്രബന്ധം കൊണ്ടും പുരോഹിതൻ ദിഗ്ബന്ധം ചെയ്യണം. പിന്നീട് സദ്ഗുരുക്കളെ വന്ദിക്കണം. ഗുരുവിനോട് അനുജ്ഞ വാങ്ങി ബാഹ്യപീഠത്തിലായ ഹൃദയത്തിൽ എന്റെ കോമള വിഗ്രഹത്തെ, അതിസുന്ദരമായ വിഗ്രഹത്തെ ആവാഹിക്കണം. മന്ത്രപൂർവം പ്രാണപ്രതിഷ്ഠ ചെയ്യണം. പിന്നീട് ആസനം നൽകി അർഘ്യപാദ്യാദികൾ ചെയ്ത് സ്നാനം, വസ്ത്രദ്വയം, ഭൂഷണങ്ങൾ, സുഗന്ധപുഷ്പങ്ങൾ എന്നിവ ദേവിക്ക് ഭക്തിപൂർവ്വം സമർപ്പിക്കണം. യന്ത്രത്തെ പൂജിക്കണം. ഇത് ദിവസേന ചെയ്യേണ്ടതാണ്. അതിന് സാധിക്കാത്തവർ വെള്ളിയാഴ്ച എങ്കിലും ചെയ്യണം. ദേവിയും അംഗദേവതമാരെയും ദേവിയുടെ പ്രഭ വ്യാപിച്ചിരിക്കുന്ന വിശ്വത്തെയും സ്മരിക്കണം. പിന്നെ ദേവിയെ രൂപത്തോടുകൂടി, ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ആ രൂപത്തോടുകൂടി ചന്ദനം, വാസന, പുഷ്പങ്ങൾ, നിവേദ്യം, താമ്പൂലം, ദക്ഷിണ തുടങ്ങിയവയും അങ്ങുണ്ടാക്കിയ സഹസ്രനാമത്താലും ബ്രാഹ്മണർ പൂജിക്കണം. അഹം രൂദ്രേഭി എന്ന സൂക്തത്താലും കവചം കൊണ്ടും ഭുവനേശ്വരുടെ ഉപനിഷത്ത് മന്ത്രത്തോടുകൂടിയും മഹാവിദ്യാ മഹാമന്ത്രത്താലും വാഴ്ത്തി സ്തുതിക്കണം. ഭക്തി കൊണ്ട് കണ്ണുനീർ പൊഴിഞ്ഞും പുളകങ്ങളോടുകൂടിയും ഗദ്ഗതകണ്ഠരായും ഭക്തിയും പ്രേമവും കൊണ്ട് ആർദ്രമായ മനസ്സോടുകൂടി നൃത്തഗീതാദികളെ കൊണ്ട് ദേവിയെ പ്രസാദിപ്പിക്കണം. വേദങ്ങൾക്കും പുരാണങ്ങൾക്കും അകമ്പൊരുൾ ഞാനായതുകൊണ്ട് അവയെ പാരായണം ചെയ്ത് എന്നെ സ്തുതിക്കണം. സകലവും തന്നെയും ദേവിക്കായി സമർപ്പിച്ച് ഹോമം കഴിച്ച് ബ്രാഹ്മണരെയും സുവാസിനികളെയും വടുക്കളെയും ദേവി തന്നെയാണെന്ന് സങ്കല്പിച്ചു കൂട്ടണം.
പിന്നീട് ഹൃദയത്തിൽ സംഹാരമുദ്ര കൊണ്ട് വിസർജിക്കണം. എന്റെ പൂജകളൊക്കെ ഹ്രീങ്കാരമന്ത്രം കൊണ്ട് തന്നെ ചെയ്യണം. ഹൃല്ലേഖാമന്ത്രമാണ് മറ്റു മന്ത്രങ്ങൾക്കൊക്കെ നിർണായകമായി വിളങ്ങുന്നത്. ഹ്രീങ്കാരമാകുന്ന കണ്ണാടിയിൽ എപ്പോഴും എന്നെ പ്രതിബിംബിച്ച് കാണാം. ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് പൂജിച്ചാൽ സർവമന്ത്രങ്ങളും കൊണ്ട് പൂജിച്ചാൽ ഫലം കിട്ടും. ഹ്രീം പൂജയും ചെയ്ത് പൂജ സമർപ്പിക്കുക. ഇപ്രകാരം ആരാണോ ഭുവനേശ്വരിയെ പൂജിക്കുന്നത് അവന് സർവസ്വവും സുലഭമായി ലഭിച്ച് പിന്നീട് ദേഹാന്തരത്തിൽ എന്റെ മണിദ്വീപിലെത്തുകയും ചെയ്യൂട്ടോ. അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർ ദേവീരൂപം തന്നെ ആയിത്തീരും. അവനെ ദേവന്മാർ കൂടി നമസ്കരിക്കും. ശ്രാദ്ധ സമയത്ത് വിപ്രന്മാരുടെ മുമ്പിൽ വെച്ച് ഇത് ചൊല്ലുകയാണെങ്കിൽ പിതൃക്കൾക്ക് തൃപ്തി വരും. അവർ എന്റെ പാദം പ്രാപിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ജഗദംബിക അന്തർധാനം ചെയ്തു. ദേവിയുടെ ദർശന ഭാഗ്യത്തിൽ എല്ലാവരും സന്തുഷ്ടരായി. പിന്നീട് ഹിമാലയത്തിൽ ഗൗരി എന്ന പേരോടുകൂടിയ ഹൈമവതിയെ മഹാദേവൻ വേലി കഴിച്ചു. അവർക്കുണ്ടായ പുത്രൻ സ്കന്ദനാൽ താരകാസുരൻ വധിക്കപ്പെട്ടു. പിന്നീട് പാലാഴി മഥനത്തിൽ വിശിഷ്ട രത്നങ്ങൾ ഉത്ഭവിച്ചു. അന്ന് ദേവന്മാർ ലക്ഷ്മിയെ ലഭിക്കാൻ ജഗദംബയെ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന കൊണ്ട് രമയായി പാലാഴിയിൽ ജനിച്ചു. ആ ദേവിയെ സുരന്മാർ ഹരിക്ക് നൽകി. ദേവന്മാര് ഹരിക്ക് കൊടുത്തു. ദേവന്മാര് കൊടുത്തതൊന്നുമല്ല. എല്ലാ ദേവനും കഴുത്തു നീട്ടി ദേവിയുടെ പിറകെ നടന്നു. ഭഗവാൻ മാത്രം ദേവിയെ എങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാതെ പാലാഴിയിലേക്ക് കൈ രണ്ടും പിറകിൽ കെട്ടി പാലാഴിയിൽ ഒരു കാലം മുമ്പോട്ട് എടുത്തു വെച്ച് അങ്ങനെ പാലാഴിയിലേക്ക് നോക്കി ആ കാറ്റ് കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവി പിറകിലൂടെ മറ്റെല്ലാവർക്കും ഓരോരു കുറ്റം ദേവി കാണുകയും ചെയ്തു. ഒരു കുറ്റവുമില്ലാത്ത ഭഗവാൻ ആകെ ഒരു കുറ്റം കണ്ടു. എന്ത്? ദേവീനെ വേണം എന്ന് വിചാരിക്കുന്നില്ല, മഹാലക്ഷ്മിനെ വേണം എന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റം. അത് ദേവി സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ കഴുത്തിൽ മാലയർപ്പിച്ചു എന്നാണ് പറയുന്നത്. എനിക്കതുകൊണ്ട് സന്തോഷവും സൗഖ്യവും ഉണ്ടാവുകയും ചെയ്തു. ആ ദേവീനെ ഭഗവാൻ തന്റെ തിരുമാറിടത്തിൽ തന്നെ സ്ഥാനം കൊടുത്തു ദേവിക്കെന്നും പറയണം. സർവകാമനകളും സാധിച്ചു തരുന്ന ഗൗരീലക്ഷ്മി സമുത്പത്തി കഥ ഞാൻ പറഞ്ഞു തന്നില്ലേ? ജനമേ ജയ രാജാവേ, ദേവി മഹാത്മ്യം ഞാൻ പറഞ്ഞു തന്നു. വളരെ ഗോപ്യമായി ഈ കഥ അന്യന്മാരോട് പറയരുത് കേട്ടോ. വളരെ ഗോപ്യമായി വെക്കണം. അങ്ങ് ചോദിച്ചത് കൊണ്ട് ദിവ്യവും വിശുദ്ധവുമായി കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് 7-ാം സ്കന്ധം ബാഹ്യപൂജാവിധാനം എന്ന 40-ാം അധ്യായത്തോടു കൂടി ജഗദംബികയുടെ തൃപ്പാദപത്മങ്ങളെ സമർപ്പിച്ചു. ബാക്കി 8-ാമത്തെ സ്കന്ധത്തിലേക്ക് നമുക്ക് കണ്ണന്റെയും ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ 8-ാമത്തെ സ്കന്ധത്തിലേക്ക് നാളെ പ്രവേശിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.